തീയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. കപ്പിങ്ങൊക്കെ ചെയ്ത് തെറ്റായേക്കാണ് ഇഞ്ചി കടിച്ച് രസിച്ച് കുഞ്ചു പോലെ ഇട്ടപ്പോ. ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട് സ്വാഗതം. നമ്മളുള്ളത് ചൈനയിലെ സിയാനിലാണ്. ഇന്ന് നമ്മൾ വന്നേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാനിലൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നേക്കണത്. ഒരു പരിപാടിക്ക് വന്നേക്കാട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പിങ്ങും അതേപോലെ ഒരു പുറത്തൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. ചൈനീസ് ട്രഡീഷണൽ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കുറേ ഉണ്ട്. ഇൻക്രീസസ് ദ ബ്ലഡ് ഫ്ലോ, പിന്നെ കുറേ മസിൽ ടൈറ്റ്നസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നല്ല സൂപ്പർ സാധനമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ചൈനയിലത്തെ ഒരു സ്ഥലത്തേക്ക് മെയ്ത്വാനിലൊക്കെ നോക്കിയിട്ട് വന്നേക്കുകയാണ്. നമ്മുടെ ഒരു ചൈനീസ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ഇത് ചെയ്ത് നോക്കിക്കോളൂ, നല്ല സംഭവമാണ്, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയിട്ട് ചെയ്ത് നോക്കാനാണ് കേട്ടോ എത്തിയേക്കുന്നത്. ജിൻകു ടൗൺ എന്ന് പറഞ്ഞാൽ 1899 സ്ഥാപിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഒരു മോളിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കിയിട്ട് നല്ല ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഉണ്ട്, അഭിജിത്ത് ഇവിടെ വന്നിട്ട്. അഭിജിത്ത് ഐ റെഡി ടു ഡു. പിന്നെ അതെ നമ്മുടെ ചൈനീസ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ മെയ്ത്വാനിലൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് സംഭവം ചെയ്യുന്നത്. മെയ്ത്വാനിൽ എന്തെല്ലാം ഓഫറൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ കപ്പിങ് അങ്ങ് ചെയ്ത് പവറാകും. എൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഭഗ്വാൻ എന്നാണ് കേട്ടോ ഇതിന് പറയുക, ചൈനീസിൽ പറയുക. ഇവിടെ പണ്ടത്തെ ആൾക്കാർ ചെയ്തു തരുന്നതിനൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചെയ്യാൻ പോകുന്ന ആള്. അപ്പോൾ നമ്മൾ ഇനി ഡ്രസ്സൊക്കെ ഊരിയിട്ട് നമ്മുടെ പുറത്താണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. കിടക്കണം കേട്ടോ. ഇവിടെ തല വെക്കുന്നത് ജസ്റ്റ് തോതുമാ തല അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കണത്. പിന്നെ ഇതേ ഇവിടെ നമ്മുടെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഓരോ ഉണ്ടേനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് തീയാക്കി വെച്ചിട്ട് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ അമുക്കി വെക്കും, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗൈസ് നമ്മുടെ അഭിജിത്തിന് തുടങ്ങാം കേട്ടോ. അതെ തീയൊക്കെ വെച്ചിട്ട് അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. Is it paining? No, bro. It's just feeling tightness. നമ്മൾ തുടങ്ങിയേക്കാണ് കേട്ടോ. നമ്മളിവിടെ കിടന്ന് നമ്മൾ പുറം വെച്ച് കിടന്നിതേ അണ്ണൻ നമ്മുടെ സംഭവം ചെയ്യാൻ പോവാണ്. നോക്കട്ടെ ഗൈസ്. അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ട് ഭയങ്കര വേറെന്തോ സംഭവം ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ അഞ്ചി നമ്മുടെ കണ്ണട എടുത്തിട്ട് ഇവിടെ വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ സാധനം ആക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ പുറത്ത് വലിയ പാടൊന്നുമില്ല. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പുറം മൊത്തം പാടായിട്ട് നമ്മൾ ചൈനക്കാരനാവാൻ പോവാണ് കേട്ടോ ഗൈസ്. No, bro.你是不是中国人呐？我很好，真的。不疼。Guys, ഇതില്ലേ സാധനം 2.5 വെച്ച് ഇത് ബ്രോ ആക്ച്വലി it's paining. Bro, after few minutes, you will feel heaven. Bro, it's paining. you will feel like something heavy put on your back. Bro, oh, it's really paining, bro. Lito is loser. What the hell? Oh. Oh. Your skin is popping out like ball.不疼。他只是紧张，把那个肌肉拉得很紧。Zero yo. Relax. Guys, ഇത് ഭയങ്കര Relax. Bro, see me. Bro, I guess they put the blanket over there. Yeah. Oh, it's paining. After few minutes you will feel good. If you will laugh, you will get hurt. Bro. 我就不要你。 Bro, I am seeing heaven. Heaven or hell?
I'm seeing everything. Also了。我觉得我的后面有10个人。I see you relax. 你都忘了吗？完了。 Okay. But Hey, are you okay? Okay. 我怎么说 OK？ 一点 OK。哦。哦。哦。 Relax. 来我这。哎呀。又不痛。对呀。这是我的。完了吗？完了，啊。好吧啊，现在我做什么？你现在可以。行吗？现在你想起来就起来，你想趴一下你就趴下。现在发 OK？ OK， 是这样。bro。OK。OK。现在 OK， 还可以。哦。哦。啊。 Relax. 来我这。哎呀。又不痛。对呀。这是我的。完了吗？完了，啊。好吧啊，现在我做什么？你现在可以。行吗？ 现在你想起来就起来，你想趴一下你就趴下。ഗൈസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഇരുന്നപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഭയങ്കര പെയിനായിരുന്നു. അതായത് സ്കിൻ ഇങ്ങനെ വലിയണ പോലത്തെ പെയിനായിരുന്നു. പിന്നെ അത് എടുക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഒരു ചൂടടിക്കുന്നുണ്ട്, ആ സ്കിന്ന് ഇതാവണ എൻ്റെ തോന്നുന്നു. ഗൈസ് നമ്മൾ കപ്പിംഗ് ഒക്കെ ചെയ്ത് സെറ്റായേക്കാണ് കേട്ടോ, പുറം കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം സെറ്റ് ആയിക്കണം. നല്ല റിലാക്സ്ഡ് ഒരു സംഭവമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, സൂപ്പർ സാധനം. ചെറിയൊരു വേദന കുറച്ച് സമയത്തിന് എടുക്കും, നല്ല സൂപ്പർ സാധനം. സൂപ്പർ കപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട് ബോഡി. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഫുള്ള് സീറ്റ് ഫുള്ളാണ്. അപ്പോൾ സീറ്റ് ഫുള്ളായപ്പോൾ ഇവിടെ ഒരു പുറത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹീറ്റർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് നേരെ ഉള്ളോട്ട് പോയിട്ട് നോക്കാം. ഇതാണ് ആ ഒരു സെറ്റപ്പ് വരുന്നത്, പുറത്തിരുന്ന് കഴിക്കാനുള്ളത്. ഇതാണ് ഇവിടെ ഹീറ്റർ സംഭവം വർക്കാവുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സൺഫ്ലവർ സീഡെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കുന്ന കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് സെറ്റപ്പ് കൊള്ളാം കേട്ടോ, കുറേ മാല ബൾബൊക്കെ ഇട്ടിട്ട് ചുമ്മാ പൊളി സെറ്റപ്പ്. ഉള്ളിൽ ചൂടുണ്ട്, പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ പുറത്തിരുന്നും കഴിക്കാം, സൂപ്പർ സാധനം. Xinjiang, after doing the cupping, how are you feeling? It's feeling like so good. So good. Yeah. Just tell the truth. Yeah. While doing this, I feel hard, but now it's so good. So good. So Feeling relaxed. So relaxed. So next time we have to try different thing. Yeah. Different Chinese medicine we'll do. Okay? TCM. Yeah. Okay. Yeah. Ansho. നമ്മുടെ പിഗ്മ അതിൽ കുറേ നൂഡിൽസ് ഇങ്ങനെ മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് മൊത്തം ചിക്കനും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കഴിച്ച് നോക്കാം. അതെന്താ ഈ കുടത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലോ, അതിൻ്റെ ഉള്ളിൽ തീയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തീയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് താഴത്തുനിന്ന് ഇത് എങ്ങനെ ഒരു ഓട്ടയാണ് സംഭവം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഓട്ട, എന്നിട്ട് ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഇത് ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം കുക്ക്ഡായിട്ടാണ് കൊണ്ടുവന്നേക്കണേ. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഈ ഇവിടേക്ക് അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കണം. ചിക്കൻ കഴിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തേക്കാണ് കേട്ടോ, ഗാർലിക്കും പീനട്ട് ബട്ടറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇത് നമ്മുടെ ഹോട്ട് പോട്ട് കഴിക്കണ പോലത്തെ ഒരു സംഭവമൊക്കെ തന്നെ തോന്നുന്നു. ഇവിടെ കുറേ വേറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്ടിയിലിട്ടിട്ട് നമുക്ക് വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് കുറേ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു കഴിച്ച്. പുറത്ത് ഇവിടെ ഭയങ്കര ചൂടുണ്ട്, പുറത്താണ് വെച്ചിങ്ങനെ കുറച്ചധികം തണുപ്പ്.
മിക്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. മിക്സ് എടുത്ത് വന്നപ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചു, നൂഡിൽസ് മൊത്തം കഴിച്ചു കഴിഞ്ഞു. അവർ രണ്ടുപേരും കൂടെ നൂഡിൽസ് ഫുള്ള് കഴിച്ച് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് ഇനി എന്തിപ്പോൾ ചെയ്യാൻ പറ്റും, റൈസ് കൂട്ടിയിട്ട് കഴിക്കാം. റൈസും ചിക്കനും കൂട്ടിയിട്ട് നമുക്ക് അടിക്കാം. നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ഇതെന്തോ പൊട്ടറ്റോ എന്തോ സംഭവമാണ്. പൊട്ടറ്റോ നമ്മൾ നേരെടുത്ത് ഈ മിക്സിയിൽ മിക്സ് ചെയ്ത് മൂഞ്ചി പൊട്ടറ്റോ അല്ല, അത് ഇഞ്ചി ആയിരുന്നു കഴിച്ചു. അത് ഇഞ്ചിയാ. നമുക്കടുത്ത് ചിക്കൻ പീസ് തന്നെ എടുക്കാം. ഇഞ്ചി കടിച്ച് രസിച്ച് കുഞ്ചു പോലെ ഇട്ടപ്പോൾ നമുക്ക് ഈ സാധനം എടുക്കാം. ചൂടുണ്ട്, നല്ല പുക കൊണ്ട്. ഒരു ചിക്കനോ ഒരു ടേസ്റ്റ് ഒരു റൈസ് കൊടുത്ത് എപ്പോഴും സാധനം. നമ്മൾ ചിക്കനും സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചക്കറി ഇട്ടിട്ടുള്ള ഒരു പൂക്കളം നടത്തുകയാണ് നമ്മളിപ്പോൾ. എന്തൊക്കെയോ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു സംഭവം ചേനത്തണ്ടൊക്കെ തോന്നുന്നു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിട്ടുണ്ട്. ഇത് ഡക്കിൻ്റെ ബ്ലഡാണ് കേട്ടോ. ഡക്ക് ബ്ലഡ് ക്യൂബ്സ് ആണ് ഈ സംഭവം. ഇതൊക്കെ ഇനി ഇതിലിട്ടിട്ട് നേരെ നമ്മൾ വേവിക്കുക, എന്നിട്ട് കഴിക്കുക. ഇപ്പോൾ അത്യാവശ്യം വയർ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ്.